ഇന്നത്തെ അടിച്ചുപൊളിയാണ്. അപ്പൊ ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ഉണ്ടാക്കുന്ന ഞങ്ങളുടെ സ്പെഷ്യൽ കുക്ക് ഇതായിരിക്കുന്നു. കൈ നോക്കിയത് ഒരു ഹായ് പറഞ്ഞേ. ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടെ ഇവര് വന്നപ്പോ. കുറച്ച് ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അത് ചക്ക, കപ്പ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നപ്പോ ഞാൻ ഉണ്ടാക്കി പാക്ക് ചെയ്ത് പുറത്തു പോയി ഇരുന്ന് എല്ലാവർക്കും കൂടെ കഴിക്കാമെന്നാണ് ഒരു പ്ലാനിങ്. ചൂടുണ്ട്, ചൂടൊക്കെ ഒന്ന് കുറയുമ്പോഴത്തേനും പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ ഒരു രസമല്ലേ എല്ലാവരും കൂടെ നിന്നുള്ള. ഇന്ന് നമ്മൾ നോർമലി ഒറ്റയ്ക്കാണ് ഇങ്ങനെ വെക്കേഷൻ ആവുമ്പോൾ എല്ലാവരും വന്ന് കൂടി ഇതൊക്കെയായിട്ട് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ. ഇന്നിപ്പോൾ അവധിയായതുകൊണ്ട് ഇപ്പോൾ ചില ദിവസം പുറത്ത് പോകും. വൈകുന്നേരം ആകുമ്പോൾ മിക്കപ്പോഴും എല്ലാവരും കൂടെ പുറത്ത് പോകട്ടത്. ഇവരിവിടെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിള്ളേർ സെറ്റുകളൊക്കെ ആണെങ്കിൽ ഈ കളിയൊക്കെ കഴിഞ്ഞ് അപ്പൂസ ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വന്നാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതേ എല്ലാവരും ഉണ്ട്. പിള്ളേരുകളൊക്കെ പുറത്തേക്ക് കൂടെ നടന്നും കളിക്കുന്നുണ്ട്, ഇടയ്ക്കകത്ത് കയറുന്നുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് അവർക്ക് കളിയെ മാത്രമല്ലേ ഉള്ളൂ. പുറത്തുണ്ട് കേട്ടോ കുറച്ച് പിള്ളേർ. ജോവലും എൽവിയോ ഒക്കെ പുറത്തുണ്ട്. അവരിടയ്ക്കകത്ത് വരും, പുറത്ത് വരും, വെള്ളം കുടിക്കാൻ വരും. ഇങ്ങനെ കളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശമൊക്കെ തീരാറായിട്ടോ. കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കപ്പ വേവിച്ചിട്ടിട്ടുണ്ട്, ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കുക്ക് ചെയ്യുമ്പോൾ അറിയില്ല കേട്ടോ, പെട്ടെന്ന് കഴിയുവേ. എന്ത് ചെയ്യുമ്പോൾ അനീഷേട്ടൻ വന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് എന്നാലും ഒരു സമാധാനമുള്ളൂ. ഇങ്ങനെ ഉപ്പ് കുറവാണെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് പാകത്തിന് ഇടാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെ വരുമ്പം ഉപ്പൊക്കെ ചില സമയത്ത് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അനീഷേട്ടനെ വിളിച്ചിങ്ങനെ ചോദിക്കും. എനിക്ക് ഇങ്ങനെ നല്ല രസമായിട്ടോ. എല്ലാവരും കൂടെ വന്ന് ഒരു റൂമിൽ നമ്മൾ എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യലും വർത്താനം പറഞ്ഞും. ശരിക്കും നാട്ടിൽ നമ്മൾ ബന്ധുക്കളൊക്കെ വന്ന് ഒരു വിശേഷ ദിവസമൊക്കെ നിൽക്കുന്ന ആ ഒരു ഫീല് കിട്ടുന്ന ഇങ്ങനെയുള്ള ദിവസങ്ങളിലാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ഹാപ്പിയാണ്. ഇനി പുറത്ത് പോകുമ്പോൾ ഇച്ചിരിയുടെ ഹാപ്പിയാവും. അപ്പോൾ ഇതേ നമ്മുടെ കുക്കിങ്ങൊക്കെ ഏകദേശം തീർന്നു. പിന്നെ നമ്മുടെ മലയാളികളുടെ വീക്ക്നെസ് ആണല്ലോ കട്ടൻ ചായ. പിന്നെ നമ്മൾ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഏതെങ്കിലും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വർത്തനൊക്കെ പറഞ്ഞിരിക്കണതിൻ്റെ ഇടയ്ക്ക് കട്ടൻ ചായയും കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുന്നത് നല്ല രസമല്ലേ. അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് പാക്ക് ചെയ്തു. അപ്പൊ ഞങ്ങള് പോവാണെങ്കിൽ ബീച്ചിൽ പോയി കഴിക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ പോകാണ്. കറിയൊക്കെ കുക്കറിൽ തന്നെ അങ്ങ് എടുത്തു കേട്ടോ. കാരണം വേറെ പാത്രമൊന്നുമില്ല. നമുക്കിവിടെ അത്യാവശ്യം നമ്മൾ നോർമലി ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നാട്ടിലെപ്പോഴും നമ്മൾ ഒരുപാട് പാത്രമൊന്നും ഇവിടെ മേടിച്ച് വെക്കില്ല കേട്ടോ. ഫ്ലാസ്ക് നിമ്മിയുടെയാണ്. നിമ്മിയുടെ അതിനകത്ത് നമ്മൾ കട്ടൻ ചായ എടുത്തു. എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ റൂമിൽ നിന്ന് ഓരോ പാത്രങ്ങളൊക്കെ എടുത്ത് കപ്പയും ചക്കയും ഒക്കെ നമ്മൾ സെറ്റാക്കി കേട്ടോ. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോവുകയാണ്. ബീച്ചിൻ്റെ സൈഡിലാണ് പോകണം. നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും അവിടെ. ചെറിയ കാറ്റുണ്ടാവും കേട്ടോ. നല്ല രസമല്ലേ അങ്ങനെ പോയിരിക്കും. അപ്പോൾ ഞങ്ങളിതേ വന്നു, എല്ലാം സെറ്റാക്കി. കുറച്ച് നേരം ഇവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, ഫുഡും കഴിച്ച് പിള്ളേർ കളിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ഇന്നത്തെ സമയം ചിലവഴിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.